അസ്സലാമു അലൈക്കും. സൂറത്ത് ഷുആറയിലെ 214 ആയത്തായ അൻസിർ അശീറത്തക്കൽ അഖ്റബീൻ, നിന്റെ ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക എന്ന ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും വിളിച്ച് സഫാ കുന്നിൻ്റെ മുകളിൽ വെച്ച് ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. അവിടെ വെച്ച് നബി തങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയാണ് ഒരു ആയത്ത് ഇറങ്ങിയതിനു ശേഷം ശേഷമാണ് ഈ സഫാ കുന്നിന് മുകളിൽ വെച്ച് അവരുടെ കുടുംബങ്ങളെ എല്ലാവരും വിളിച്ച് ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായിട്ട് പറഞ്ഞു, അള്ളാഹു ഏകനാണ്, അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യനില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകാൻ അയക്കപ്പെട്ട ദൂതനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂലഹബ് നബി തങ്ങളുടെ കൈ കുടഞ്ഞെഴുന്നേറ്റ് പറഞ്ഞു, നിനക്ക് നാശം, ജീവിതം മുഴുവൻ നിനക്ക് നാശം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരോടായിട്ട് പറഞ്ഞു, ഇതിനു വേണ്ടിയാണ് ഇവൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടിയത്, ഇവൻ കള്ളനാണ്, ഇവൻ കളവാണ് പറയുന്നത്, ഇവൻക്ക് നാശമാണ് എന്നൊക്കെ ഒരു ശാപവാക്കിനാൽ നബി തങ്ങളെ തളർത്തി, നബി തങ്ങളെ പരിഹസിച്ച് അവഹേളിച്ച് പോവുകയുണ്ടായി. ആ ഒരു സമയത്ത് അവതരിച്ച സൂറത്താണ് സൂറത്തുൽ ലഹബ്, സൂറത്തുൽ മസദ്. ആ സൂറത്തിൽ അള്ളാഹു തആല പറയുന്നത് ഈ പറയുന്ന അബൂലഹബിനെ കുറിച്ചാണ്, അബൂലഹബിനെയും അബൂലഹബിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ആ സൂറത്തിൽ മുഴുവനായിട്ടും പറയുന്നത്.